ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നപ്പോൾ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഒരു 4 days വെക്കേഷന് വേണ്ടി സ്പെയിനിലെ ബാർസലോണ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇന്ന് വെക്കേഷന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന്, അതായത് ഐന്തോവിൽ നിന്ന് ഏകദേശം 1 hour and 40 minutes ആണ് ട്രാവൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജിറോണ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ലാൻഡ് ചെയ്തത്. ഇവിടെ ലാൻഡ് ചെയ്തു. നമ്മളിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ലോററ്റ് ദ മാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 35 minutes കാറിൽ ട്രാവലുണ്ട്. ഇതായിരുന്നു ഇറങ്ങിയപ്പോഴുള്ള ഒരു വ്യൂ. നമ്മളൊരു ബീച്ചിനടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. റോസന്മാർ എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു. നമ്മൾ ബീച്ചിൽ പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ അടുത്ത് തന്നെ നമ്മൾ അക്കോമഡേഷൻ എടുത്തത്. ബീച്ചിനടുത്ത് തന്നെയാണ്. ഞാൻ ആ വ്യൂ ഒക്കെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. കാരണം ഉച്ചയ്ക്ക് ഏകദേശം 1:30-2 മണിയാവുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നു. പിന്നെ നമുക്ക് ഈവനിങ് ബീച്ച് കാണുന്നു. ഇതൊക്കെയാണ് പ്ലാൻ. ഇപ്പോൾ പുറത്തോട്ട് പോവാണ്. ജസ്റ്റ് ഫുഡ് അടിക്കണം. നല്ല വിശപ്പുണ്ട്. നമ്മളിങ്ങനെ റിവ്യൂ ഒക്കെ നോക്കി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു, അൽ ഫ്രെസ്കിറ്റോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സീറ്റൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ അത് നല്ല റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്ത നിരാശയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇനി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ സ്പാനിഷ് ട്രഡീഷണൽ ഫുഡ് ആയിട്ടുള്ള പായല ട്രൈ ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഷോപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അതിലോട്ടൊന്ന് കയറാൻ. പക്ഷേ ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയും ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ പയല അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടൈം. ഇപ്പോൾ ഇവിടുത്തെ സാംഗ്രിയൻ സ്പെഷ്യലാണ് കേട്ടോ. സ്പെയിനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ പയല എന്ന് പറയുന്നത്. അത് ഷോർട്ട് ഗ്രെയിൻ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഷോർട്ട് ഗ്രെയിൻ റൈസ്, പിന്നെ സീ ഫുഡ്, ക്ലാംസ്, ഷ്രിമ്പ്, പ്രോൺസ്, മസിൽസ്, ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഡിഷാണ് പയല. ഇതുപോലെ തന്നെ മീറ്റ് പായലയുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിച്ചത് മൊത്തം സീ ഫുഡ് പായല തന്നെയായിരുന്നു. ഞാനൊരു സീ ഫുഡ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു. പായല എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പായല ആ ഒരു സീ ഫുഡിൻ്റെ ഫ്ലേവറും ആ റൈസും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നല്ല ടൊർക്കോയ്സ് ബ്ലൂ കളറിലെ വാട്ടറാണ്. അതുപോലെ തന്നെ നല്ല വെതറാണ് കേട്ടോ. 23-24 ഡിഗ്രിയാണ്. എന്നാൽ ഒത്തിരി ചുട്ടുപൊള്ളുന്ന വെയിലോ കാര്യമോ ഇല്ല. എന്നാൽ ഇട്ട് വെയിലുണ്ട് താനും. അങ്ങനത്തെ ഒരു വെതർ. നമ്മൾ സ്വിം സ്യൂട്ട് റൂമിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇപ്പം നമ്മൾ വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ചുറ്റും എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പ്ലേസ് എനിക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നമ്മൾ അടുപ്പിച്ച് സിറ്റി തന്നെ കണ്ടിട്ട് ഒന്ന് ബോറായി തുടങ്ങിയായിരുന്നു. അപ്പം ഇത് കുറച്ചൊരു ബീച്ചും കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് വൈബാണ്. അതുപോലെ തന്നെ സാധനങ്ങൾക്ക് ഷോപ്പിൽ കുറച്ച് ചീപ്പാണ് കേട്ടോ മറ്റ് പ്ലേസസ് കമ്പയർ ചെയ്യുമ്പോൾ. ഒത്തിരി ചീപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചീപ്പാണ്. ഇപ്പോൾ ഫുഡാണെങ്കിലും കുറച്ച് വിലക്കുറവുണ്ട്. അപ്പോൾ നല്ല ഡെക്കറേറ്റീവ്സ് ഉണ്ട്. വീട്ടിലൊക്കെ വെക്കുന്ന ഡെക്കറേറ്റീവ്സും കാര്യങ്ങളൊക്കെ നല്ല സാധനങ്ങളുണ്ട്. പിന്നെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ കുറച്ച് ഷോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. ഇനി സൺസെറ്റ് കാണാനായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 9 മണിയാകുമ്പോഴാണ് സൺസെറ്റ്. അപ്പോൾ സൺസെറ്റ് ടൈമിൽ നമുക്ക് അവിടെ ബീച്ചിൽ ആ സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ബീച്ചിൽ ഇറങ്ങാമെന്ന് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിൻ്റെ. അല്ല, 3 ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിലൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഈ ഹോട്ടലിൻ്റെ പേര് റോസന്മാർ ഹോട്ടൽ എന്നാണ് കേട്ടോ. നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നല്ല റിവ്യൂ ഉള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ ഇവിടെ 3 സ്വിമ്മിംഗ് പൂളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ടെറസിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, അത് അഡൾട്ട്സിന് മാത്രമായിട്ടുള്ളത്. പിന്നെ അഡൾട്ട്സും കിഡ്സൂടെ മിക്സ് ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള്, പിന്നെ ഫാമിലി മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നു. ആമി നല്ല കാര്യമായിട്ട് സ്വിമ്മ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം സ്വിമ്മിങ് അറിയാം. അനുജേണ്ണനും സ്വിമ്മിങ് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും സ്വിമ്മ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നു. ഞാൻ സ്വിമ്മിംഗ് ക്ലാസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 monthsോളമായി. ഇതുവരെ എനിക്ക് സ്ലോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നോക്കാം നെക്സ്റ്റ് ടൈമെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇനി റൂമിലേക്ക് പോയിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ റെഡി ആവണം. സൺസെറ്റ് കാണണം അവിടെ പോയിട്ട്. നമ്മളിപ്പോൾ സൺസെറ്റ് ബീച്ച് കാണാൻ പോകാം.
അതെ നമ്മൾ സൺസെറ്റ് അതെ പറഞ്ഞു അതെ നമ്മൾ ആദ്യം ഇനി കാസിൽ കണ്ടിട്ട് സൺസെറ്റ് കാണാനായിട്ട് ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് വന്നു. ഞാൻ സൺസെറ്റ് കാണിക്കാം. ഇപ്പം 9 o'clock ആയി കേട്ടോ, കറക്റ്റ് 9 o'clock ആയി. ഇപ്പോൾ വെള്ളം നല്ല തണുത്ത് കിടക്കുകയാണ്. അന്ന് വെള്ളത്തിനുള്ളിൽ ഇറങ്ങിയിട്ടില്ല. നാളെ രാവിലെ വന്നിട്ട് ഉള്ളിറങ്ങാമെന്ന് വിചാരിക്കുന്നു. കണ്ട അവിടെ എത്ര വെള്ളമുണ്ട്. ഇതിന് തൊട്ടിപ്പുറത്തെ കാസിലാണ് കേട്ടോ. ഈ കാസിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു കാസിൽ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഫോർട്ടിൻ്റെ സ്റ്റെപ്സൊക്കെ കയറി നമ്മൾ ആ ടെറസിലെത്തുമ്പോൾ അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് നമ്മൾ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ജ്യൂസോ ഒരു ഡ്രിങ്ക്സോ കുടിച്ചുകൊണ്ട് ഈ ഒരു വ്യൂ എൻജോയ് ചെയ്യുമ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ. ഈ ഒരു സൺസെറ്റും ആ ഒരു ബീച്ചിൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു വൈബാണ്. കാണുന്നതാണ് കേട്ടോ ഫോർട്ട്. ഈ ഫോർട്ടിൻ്റെ ടെറസിലാണ് കഫേ ബാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജ്യൂസോ കോഫിയോ ഒക്കെ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യൂ എൻജോയ് ചെയ്യാം. ഇറ്റ്സ് റിയലി പ്രിറ്റി. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു. ഇനി നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് എഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു ഹോട്ടൽ. എന്നിട്ട് നമ്മൾ നാളെ ബാർസലോണയ്ക്ക് പോകും. പക്ഷേ ബാർസലോണയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിന്നെയും ഈ ബീച്ച് റൂട്ട് വരും. കാരണം നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ടിട്ട് വന്നു. ലോററ്റ് ദ മാർ എന്ന് പറയുന്ന ബീച്ചാണ് കേട്ടോ ഇവിടുത്തെ. ജിറോണയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ലോററ്റ് ദ മാർ എന്ന് പറയുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ബീച്ചിലൊന്നും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് കണ്ടു. അവിടുത്തെ സൺസെറ്റ് എല്ലാം എൻജോയ് ചെയ്തു. അങ്ങനെ ഇനി നാളെ നമ്മൾ ബാർസലോണയിൽ പോവും. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം.